ഇനി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ ചേരുന്നു. അതൊരു ഹിന്ദി വിദ്വാനാണ്. ദിലീപ്, ഗുഡ് മോർണിംഗ്. പറയൂ ദിലീപ്, നിലമ്പൂരിലെ രാഷ്ട്രീയ നിരീക്ഷണം എങ്ങനെ പോകുന്നു? ഗുഡ് മോർണിംഗ് എസ് കെ. നിലമ്പൂർ അതിതീവ്ര പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 4 സ്ഥാനാർത്ഥികൾ പ്രധാനമായും മത്സരരംഗത്തുണ്ട്. SDP മത്സരരംഗത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ഒരു പഞ്ചകോണ മത്സരത്തിലേക്ക് നിലമ്പൂർ നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ, നേരത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പത്രിക നൽകിയിരുന്നു. ഇന്ന് LDFിൻ്റെയും NDAയുടെയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. മത്സരരംഗം ചൂടുപിടിക്കുകയാണ്. കനത്ത മഴ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പെയ്യുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ രാഷ്ട്രീയ ചൂടാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളത്. ആരു ജയിക്കും എന്നത് പ്രവചനാതീതമാണ്. PV അൻവറിൻ്റെ രംഗപ്രവേശമാണ് ഇപ്പോൾ ഈ മത്സരരംഗം കൂടുതൽ ആക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് PV അൻവർ മത്സരരംഗത്ത് വന്നിരിക്കുന്നത് എന്നതിനാൽ മറ്റ് പാർട്ടികളെപ്പോലെ, മറ്റ് മുന്നണികളെപ്പോലെ തന്നെ പണമൊഴുക്കിയുള്ള ഒരു വോട്ടുപിടുത്തം PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. തൻ്റെ കയ്യിൽ പണമില്ല എന്നൊക്കെ PV അൻവർ പറയുന്നുണ്ട്. പക്ഷേ തൃണമൂൽ ദേശീയ നേതൃത്വം തന്നെ, മമതാ ബാനർജി തന്നെയാണ് PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള വീറും വാശിയുമാണ് നിലമ്പൂരിൽ എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മുന്നണികൾ തമ്മിലുള്ള വോട്ടനുപാതം അത് വളരെ ചെറുതാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ, PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടേത് എന്ന ചോദ്യമാണ് ഇപ്പോൾ നിലമ്പൂരിൽ എങ്ങും മുഴങ്ങുന്നത്. UDF ക്യാമ്പിലാണ് ഇപ്പോൾ കൂടുതൽ ആശങ്ക PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ളത്. PV അൻവറിനെ ഒപ്പം നിർത്തേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ചില കോൺഗ്രസ് നേതാക്കൾക്കും ലീഗ് നേതൃത്വത്തിനുമൊക്കെ ഉണ്ട്. പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് ഒറ്റക്കെട്ടായും അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കളെ ആ നിലയിലേക്ക് കൊണ്ടുവന്നും കോൺഗ്രസ് തങ്ങളുടെ നിലപാട്, ഇക്കാര്യത്തിൽ PV അൻവറിൻ്റെ കാര്യത്തിലുള്ള നിലപാട് അത് കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ്. PV അൻവറിനെ നേരത്തെ മുന്നണിയിൽ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ മുന്നണിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നേനെ എന്ന VD സതീശൻ്റെ അഭിപ്രായത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഊന്നൽ കൊടുക്കുന്നത്. അതേസമയം തന്നെ PV അൻവറിനെ ഒപ്പം നിർത്തിയിരുന്നെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം അത് വോട്ടാക്കി മാറ്റുന്നതിനുള്ള മുഴുവൻ വോട്ടുകളും UDF പെട്ടിയിലേക്ക് തന്നെ വീഴ്ത്തുന്നതിനുള്ള ശ്രമമുണ്ടായേനെ എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. മത്സരരംഗം പ്രവചനാതീതമാണ്. ശക്തമായ മത്സരത്തിനാണിപ്പോൾ നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ വിവരങ്ങൾ നൽകിയത്.